ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനുള്ള സാധ്യതയെക്കുറിച്ചാണ്. ആണവായുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ പ്രഹരിക്കും, ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞാൽ പോലും ഇന്ത്യക്ക് യാതൊരുവിധ ഭയവും തോന്നേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം പാകിസ്ഥാൻ അതിനുള്ള ധൈര്യമില്ലെന്ന്. പാകിസ്ഥാൻ അങ്ങനെ ഇന്ത്യക്കെതിരെ നിന്നുകൊണ്ട് ആണവായുധം വിക്ഷേപിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ മിത്രരാജ്യങ്ങൾ വരെ പാകിസ്ഥാനെ കൈവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചൈന പോലും പാകിസ്ഥാൻ്റെ സൗഹൃദം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സാമ്പത്തികമായി ഇപ്പം തന്നെ ഒരുപാട് എക്കണോമിയിൽ ഏറ്റവും താന്നാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പാകിസ്ഥാൻ്റെ കയ്യിൽ ധനശേഷിയൊക്കെ വളരെ കുറവാണ്. അതുതന്നെയല്ല, പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആണവായുധം കൊണ്ട് ഇന്ത്യയെ പ്രഹരിക്കാൻ വേണ്ടി, ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും ഇന്ത്യയുടെ ഒരു സ്ട്രൈക്ക്, ഇന്ത്യ തിരിച്ചടിക്കുന്ന ഭയങ്കര വലുതായിട്ടായിരിക്കും. അതിനെ ഒരിക്കലും പാകിസ്ഥാന് തടഞ്ഞു നിർത്താനോ ഒന്നും പറ്റത്തില്ല. പാകിസ്ഥാൻ എന്നുള്ളൊരു ഇതുപോലും ഭൂപടത്തിൽ നിന്ന് ഒരു ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ എന്നുള്ളൊരു ഇത് പോവും. അത്രക്ക് വലിയ ശക്തമായ രീതിയിൽ പ്രഹരിക്കുവാനും ആക്രമിക്കുവാനും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ കയ്യിൽ 3 തരത്തിൽ ആക്രമിക്കത്തക്ക വിധത്തിലാണ് ആയുധങ്ങളുണ്ട്. ഒന്ന് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആണവായുധം, 2 ആകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന ആണവായുധം, 3 കടലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആണവായുധം. അങ്ങനെ ഈ 3 തരത്തിലുള്ള ആണവായുധങ്ങളെയും കൂടെ വിടുകയാണെങ്കിൽ പാകിസ്ഥാൻ മൊത്തത്തിൽ നശിച്ചു പോകും. പാകിസ്ഥാൻ്റെ ഒരു പടം പോലും പിന്നെ ഭൂപടത്തിലുണ്ടാകത്തില്ല. ആ രീതിയിൽ പാകിസ്ഥാനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിക്കും. 1000 വർഷങ്ങളെടുത്താൽ പോലും പാകിസ്ഥാന് തിരിച്ചു വരാൻ പറ്റാത്തത്രയും രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്ത് കളയും, നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു പ്രഹരത്തെ തടുക്കുവാനുള്ള ശേഷി ഒരിക്കലും പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ ഈ കൊച്ചുകുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കും പോലെ വെറുതെ പറയുന്നതേ ഉള്ളൂ ആണവായുധം പ്രയോഗിക്കുമെന്ന്. പക്ഷെ അങ്ങനെ പ്രയോഗിക്കണമെങ്കിൽ തന്നെ പാകിസ്ഥാൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ജനറലോ ആരെങ്കിലും ഒരാൾ എതിർത്താൽ പിന്നെ അത് സംഭവിക്കത്തില്ല. കാരണം എല്ലാവരുടെയും ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അത് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ നാട്ടിലും ബുദ്ധി വിവരമുള്ള ആൾക്കാർ കാണുമല്ലോ, അവർ സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും അങ്ങനെ അണവായുധം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടൊരിത് ഒരിക്കലും സംഭവിക്കത്തില്ല. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഉക്രൈനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച സമയത്ത് റഷ്യക്കിട്ട് ആക്രമിച്ചിട്ടിരുന്നപ്പം റഷ്യക്ക് ആണവായുധം വിട്ടുകൊണ്ട് ഉക്രൈനെ തകർക്കാൻ സാധിക്കും. കാരണം ഉക്രൈൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ല. എന്നിട്ട് റഷ്യ ആണവായുധങ്ങൾ വിടുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും ആണവായുധം പ്രയോഗിച്ചില്ല. ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്ഫോടനവും അതുപോലെ ഭയങ്കര ആൾക്കാർക്കും മൃഗങ്ങൾക്കും അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാകും. ആണവായുധത്തിൻ്റെ പ്രഹരം ഭയങ്കര വലുതാണ്. അതിനാൽ തന്നെ ആണവായുധ യുദ്ധം ഒരിക്കലും വേണ്ടെന്നാണ് എല്ലാ രാജ്യങ്ങളും. അങ്ങനെ ആണവായുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലും എടുത്തത് പ്രയോഗിക്കാറില്ല. ഇന്ത്യ പറയുന്നത് ഇന്ത്യ ആദ്യമേ അതൊരിക്കലും പ്രയോഗിക്കത്തില്ല. ഇന്ത്യയുടെ നേർക്ക് ആരെങ്കിലും പ്രയോഗിച്ചാൽ മാത്രമേ ഇന്ത്യ അത് പ്രയോഗിക്കത്തുള്ളൂ. ഫസ്റ്റ് യൂസ് ഇന്ത്യ ഒരിക്കലും ചെയ്യത്തില്ല. അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഇത്. അപ്പം നമ്മൾ ഇന്ത്യക്കാരെ ഒരിക്കലും പാകിസ്ഥാൻ ആണവായുധങ്ങൾ വിട്ടുകൊണ്ട് നശിപ്പിക്കാനോ തകർക്കാനോ ഒന്നും സാധിക്കത്തില്ല. 2 ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഭയങ്കര ശക്തമായ ഒരു യുദ്ധം തന്നെ നടക്കാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു യുദ്ധത്തിന് സാധ്യത വളരെ കുറവാണ്. കാരണം പാകിസ്ഥാൻ അറിയാം, പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഒരു യുദ്ധം ചെയ്താൽ തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയെ താങ്ങാനുള്ള ശേഷിയൊന്നും പാകിസ്ഥാൻ്റെ പക്കലില്ല. കാരണം പാകിസ്ഥാൻ അത്രത്തോളം വളർന്നിട്ടില്ല. അവർക്ക് അത്രക്കോ ശക്തിയോ പിന്തുണ നൽകുന്ന വേറെ രാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോ ഒന്നും തന്നെ പാകിസ്ഥാനില്ല അത്രക്ക് വലിയ രീതിയിൽ വേണ്ടിയിട്ട്. എന്നാൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന അമേരിക്ക അങ്ങനെയുള്ള വൻ രാഷ്ട്രങ്ങളുടെ ശക്തി ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യക്ക് പിന്നിൽ മിത്രരാജ്യങ്ങൾ ഒരുപാടുണ്ട്.
അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനെ എല്ലാ ആൾക്കാരും ഒറ്റപ്പെടുത്തുകയും പാകിസ്ഥാനെ ആ ഒരു പവറും സപ്പോർട്ടും കിട്ടാതെ വരുമ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും ഉള്ള ധൈര്യം ഉണ്ടാകത്തില്ല. എന്നിരുന്നാലും പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തന്നെ ഒരു കാരണവശാലും ഇന്ത്യ വിട്ടുകൊടുക്കത്തില്ല. ഇന്ത്യ അവസാനം വരെ നിന്ന് പൊരുതും. ഓരോ ആണവായുധങ്ങളുടെ ശേഷിയും ശക്തി അത്രക്ക് വലുതാണ്. ഒരു ആണവായുധം വിട്ടാൽ പോലും പാകിസ്ഥാൻ നശിച്ചു പോകും. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് യുദ്ധം ചെയ്ത് പോരാടാനുള്ള ധൈര്യവും മനോബലവും ഒന്നുമില്ല. പാകിസ്ഥാൻ പണ്ട് തൊട്ടേ ചതിയിലൂടെ വഞ്ചനയിലൂടെയൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിലെ നമ്മുടെ ഒത്തിരി പട്ടാളക്കാരെയൊക്കെ പാകിസ്ഥാൻ ചതിച്ച് കീഴ്പ്പെടുത്തുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പാകിസ്ഥാൻ അങ്ങനെ നേരിട്ട് നിന്ന് പൊരുതി ജയിക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നുമില്ല. അങ്ങനെ ഒരു രാജ്യമായ പാകിസ്ഥാൻ ഒരിക്കലും അതിനുള്ളൊരു ശക്തി കാണിക്കുമെന്ന് ഒരിക്കലും ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും ആരും ആ കൊച്ചുകുട്ടി പോലും വിശ്വസിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ശക്തി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആക്രമിക്കാനുള്ള ശേഷി പാകിസ്ഥാന് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ആണവായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമാധാനത്തിന് ഒരു രണ്ട് രാജ്യങ്ങളിലെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും തടസ്സം വരുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം അങ്ങനെ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാണേലും പാകിസ്ഥാനാണേലും അതുകൊണ്ട് ഭയങ്കര വലിയ പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കും. ഒരുപാട് ജനങ്ങൾ മരിച്ചു പോകാനും അങ്ങനെ രാജ്യം തന്നെ നശിച്ചു പോകാനും ഒക്കെ കാരണമാവും. അതുകൊണ്ട് രണ്ട് രാജ്യക്കാരും അങ്ങനെ ആണവായുധം പ്രയോഗിക്കത്തില്ല ഒരു കാരണവശാലും. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം ആണവായുധങ്ങൾ പാകിസ്ഥാൻ പ്രയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും പാകിസ്ഥാൻ അത് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.